സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലുമാണ് വിളക്ക് കത്തിക്കുന്നത്. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലും വൈകിട്ട് ഗോധൂളി മുഹൂർത്തത്തിലുമാണ് നിലവിളക്ക് ജ്വലിപ്പിക്കുന്നത്. സൂര്യോദയത്തിന് മുമ്പുള്ള 48 മിനിറ്റാണ് ബ്രഹ്മമുഹൂർത്തം. സൂര്യാസ്തമയ സമയത്തുള്ള 48 മിനിറ്റാണ് ഗോധൂളി മുഹൂർത്തം എന്ന് പറയുന്നത്. രാവിലെ വിളക്ക് കത്തിക്കുന്നത് വിദ്യയ്ക്ക് വേണ്ടിയാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ തലച്ചോറിലെ വിദ്യാഗ്രന്ഥികൾ പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയമായതുകൊണ്ടാണ്. ഇതാകട്ടെ ആധുനിക ശാസ്ത്രവും അംഗീകരിച്ചിട്ടുണ്ട്. സന്ധ്യയ്ക്ക് ഉമ്മറത്ത് നിലവിളക്ക് കൊളുത്തി വയ്ക്കുന്നതാണ് സന്ധ്യാദീപം. ഇത് ഒരു ദിവസം പോലും മുടങ്ങരുത്. സന്ധ്യാദീപത്തിന് ഹൈന്ദവ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. സന്ധ്യയ്ക്ക് മുൻപായി കുളിച്ച് അല്ലെങ്കിൽ കാലും മുഖവും കഴുകി ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിക്കണം. ഓട്, പിത്തള, വെള്ളി, സ്വർണം എന്നീ ലോഹങ്ങളിൽ നിർമ്മിച്ച വിളക്ക് കൊണ്ടാണ് വിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കേണ്ടത്. പാദങ്ങളിൽ ബ്രഹ്മാവും മധ്യേ വിഷ്ണുവും മുകളിൽ ശിവനുമെന്ന ത്രിമൂർത്തി ചൈതന്യവും ഒന്നിക്കുന്നതിനാൽ നിലവിളക്കിനെ ദേവിയായി കരുതി വരുന്നു. വിളക്ക്, ശംഖ്, പൂജാഗ്രന്ഥം, മണി എന്നിവയുടെ ഭാരം ഭൂമിദേവി നേരിട്ട് താങ്ങില്ല എന്നതിനാൽ നിലവിളക്ക് പീഠത്തിനു മുകളിൽ പ്രതിഷ്ഠിക്കണം. നിലവിളക്കിന് സംഭവിക്കുന്ന അശുദ്ധി വീടിൻ്റെ ഐശ്വര്യത്തെ ബാധിക്കും. കഴുകി മിനുക്കിയ ശേഷം കൊളുത്തുന്നതിന് മുൻപ് നിലവിളക്കിൻ്റെ പാദങ്ങളിലും കഴുത്തിലും നെറ്റിയിലും ആദ്യം ഭസ്മം കൊണ്ട് 3 വരയും അതിനു മധ്യേ ചന്ദനം കൊണ്ടുള്ള വരയും ചന്ദനത്തിനു മധ്യേ കുങ്കുമം കൊണ്ടുള്ള പൊട്ടും വേണം. നിലവിളക്കിൻ്റെ ശിരോഭാഗത്തായി കെട്ടേണ്ട പുഷ്പമാല്യത്തിൽ ഭദ്രകാളിക്ക് പ്രിയപ്പെട്ട ചെമ്പരത്തിപ്പൂവ് പ്രധാനമത്രേ. എള്ളെണ്ണയാണ് ഉത്തമം. വൃത്തിയാക്കി വച്ചിരിക്കുന്ന നിലവിളക്കിൽ എള്ളെണ്ണയൊഴിച്ച് തിരി കത്തിച്ച് ദീപം എന്ന് 3 പ്രാവശ്യം ഉച്ചരിച്ചുകൊണ്ട് ഉമ്മറത്ത് വൃക്ഷങ്ങൾക്കും ചെടികൾക്കും പക്ഷിമൃഗാദികൾക്കും കാണത്തക്ക വിധം പീഠത്തിൽ വയ്ക്കുക. സന്ധ്യ കഴിയുന്നത് വരെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് വിളിക്കുന്നതിന് സമീപമിരുന്ന് സന്ധ്യാനാമം ജപിക്കണം. വിളക്കിന് സമീപമിരുന്ന് സന്ധ്യാനാമം ജപിക്കുകയും വെറും നിലത്തിരുന്ന് ധ്യാനം, ജപം ഇവ അരുത്. പുൽപ്പായ, കബളം, പലക അങ്ങനെ ഏതെങ്കിലും ഒന്നിലിരുന്നേ പാടുള്ളൂ. ധ്യാനം, ജപം ഇവ കൊണ്ട് മനുഷ്യ ശരീരത്തിന് ലഭിക്കുന്ന ഊർജം നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത്. നിലത്തിരുന്നാൽ ഊർജം ഭൂമിയിലേക്ക് സംക്രമിക്കും. സന്ധ്യാദീപം കൊളുത്തുമ്പോൾ തന്നെ തുളസിത്തറയിലും ദീപം തെളിക്കണം. ഒറ്റത്തിരിയിട്ട് കൊളുത്തുന്നതിന് മഹാവ്യാധിയും, 2 തിരി ധനവൃത്തിയും, 3 തിരി ദാരിദ്ര്യവും, 4 തിരി ആലസ്യവും, 5 തിരി സർവ്വ ഐശ്വര്യവുമെന്നും വിധിയുണ്ട്. 2 തിരിയിട്ട് ഒരു ജ്വാല വരത്തക്ക വിധം പ്രഭാതസന്ധ്യയിലും 4 തിരിയിട്ട് 2 ജ്വാല വരത്തക്ക വിധം സായസന്ധ്യയിലും കൊളുത്തി വരുന്നു. 1 ജ്വാല എങ്കിൽ കിഴക്കോട്ടും, 2 കിഴക്ക് പടിഞ്ഞാറും, 5 4 ദിക്കുകൾക്ക് പുറമേ വടക്ക് കിഴക്കേ മൂലയിലേക്ക് ജ്വാല വരും വിധമാകണം കൊളുത്തേണ്ടത്. കൊളുത്തുമ്പോൾ കിഴക്കു നിന്ന് ആരംഭിച്ച് പ്രദക്ഷിണ സമാനം ഇടത്തുവശത്തു കൂടി ക്രമാൽ കൊളുത്തി ഏറ്റവും അവസാന തിരി കൊളുത്തിയ ശേഷം പിന്നീട് കൈ പുറകോട്ടും മുന്നോട്ടും പുറകോട്ടും വലിച്ചു കൊള്ളി കളയണം. ഗംഗ എന്ന സങ്കല്പത്തിൽ കിണ്ടിയിൽ ജലപുഷ്പങ്ങൾ വയ്ക്കുമ്പോൾ കിണ്ടിയുടെ വാൽ കിഴക്കോട്ട് വയ്ക്കണം. നിലവിളക്ക് കൊളുത്തുന്നതോടൊപ്പം ദീപം ജ്യോതി പരബ്രഹ്മം, ദീപം ജ്യോതി തപോവനം, ദീപേന സത്യതേ സർവം, സന്ധ്യാദീപം നമോ നമഃ. ശിവം ഭവത് കല്യാണമായുരാരോഗ്യ സംവർദ്ധനം, മമ ദുഃഖവിനാശായ, സന്ധ്യാദീപം നമോ നമസ്തേ എന്ന് ജപിക്കണം. നിലവിളക്ക് കൊളുത്തുമ്പോൾ പാദരക്ഷകൾ ഉപയോഗിക്കുകയോ കൈയടിക്കുകയോ അരുത്. എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്താതെ നിലവിളക്ക് അണയ്ക്കണം. കരിന്തിരി കത്തുന്നതിന് ലക്ഷണക്കേടാണ് എന്നാണ് വിധി. നാരായണ ജപത്തോടെ വേണം നിലവിളക്ക് അണയ്ക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ വരുന്നവരെ നന്ദി, നമസ്കാരം.